വൻ നഗരങ്ങൾക്കൊപ്പം ചെറുനഗരങ്ങളിലേക്കും ആക്രമണം വ്യാപിപ്പിച്ചു റഷ്യ. നൂറുകണക്കിന് ആളുകളും നിരവധി വാസസ്ഥലങ്ങളും തകർന്നു. രണ്ടാമത്തെ വലിയ നഗരമായ ഹാർക്കീവിൽ റഷ്യൻ പാരാട്രൂപ്പ് പറന്നിറങ്ങി അധീശത്വം പ്രഖ്യാപിച്ചു. നിരവധി പൌരന്മാർ ഇവിടെ ബോംബിംഗിൽ കൊല്ലപ്പെട്ടതായാണ് റിപ്പോർട്ടുകൾ. ചെറുനഗരമായ മെഴ്സണിലും സേന പ്രവേശിച്ചു. 64 കിലോമീറ്റർ നീളമുള്ള റഷ്യൻ സൈനിക ലോങ് മാർച്ച് കീവിന്റെ 26 കിലോമീറ്റർ അടുത്ത് നിലയുറപ്പിച്ചു. തലസ്ഥാനത്തെ ടെലിവിഷൻ ടവർ റഷ്യൻ മിസൈലിൽ തകർന്നു. യുക്രൈന്റെ വടക്കൻ അതിർത്തിയിലേക്ക് ബെലാറൂസ് കൂടുതൽ സൈന്യത്തെ നീക്കി. 8, 9, 10, 11, 12, 13, 14, 15, 16, 17. Есть! Есть, блядь! Два! നിപ്രോയിലേക്ക് പറന്നു വന്ന റഷ്യൻ ഹെലികോപ്റ്ററുകൾ അതൊന്നൊന്നായി വെടിവെച്ചിടുകയാണ് യുക്രൈൻ സൈന്യം. പിന്തുണയുമായി ഒപ്പമിറങ്ങുകയാണ് നാട്ടിൽ ശേഷിക്കുന്ന ജനത. അതിന് റഷ്യയുടെ തിരിച്ചടി ജനവാസ കേന്ദ്രങ്ങൾ ആക്രമിച്ചാണ്. ആശുപത്രികളുടെ നിലവറകൾ മൃതദേഹങ്ങൾ കൊണ്ട് നിറയുന്നു. രണ്ടാമത്തെ വലിയ നഗരമായ ഹാർക്കീവിൽ റഷ്യൻ പാരാട്രൂപ്പ് അംഗങ്ങൾ പറന്നിറങ്ങി. ഇന്നലെ ഭരണകേന്ദ്രമായ ഫ്രീഡം ടവർ തകർത്തതിന് പിന്നാലെയാണ് ഇന്നത്തെ അധീശത്വ പ്രഖ്യാപനം. യുക്രൈൻ സൈന്യവും ഇത് സ്ഥിരീകരിച്ചു. ഹാർക്കീവ് ഈ വ്യോമാക്രമണത്തിനു ശേഷം തകർന്നു കിടക്കുകയാണ്. പതിറ്റാണ്ടുകളുടെ പ്രയത്നം കൊണ്ട് ഉയർന്ന നഗരം ഇപ്പോൾ കോൺക്രീറ്റ് കൂമ്പാരം. റഷ്യയുടെ RT ടെലിവിഷൻ യൂറോപ്പ് വിലക്കിയപ്പോൾ കീവിന്റെ ടെലിവിഷൻ ടവർ തകർത്തായിരുന്നു റഷ്യയുടെ തിരിച്ചടി. Дальше еще сейчас будут. Она стоит. И будет падать, не дай бог, прямо на нас. 5 പേരാണ് ഇവിടെ കൊല്ലപ്പെട്ടത്. ചെറുനഗരങ്ങളിൽ കൂടി വ്യോമാക്രമണം ആരംഭിച്ച ദിവസമാണിന്ന്. സിറ്റോമിറിലെ ബോംബാക്രമണത്തിൽ നിന്ന് കത്തുകയാണ് വീടുകൾ. തീയണയ്ക്കാൻ അഗ്നിരക്ഷാസേനകൾക്കൊന്നും ഫലപ്രദമായി എത്താൻ പോലും കഴിയുന്നില്ല. В этом доме есть человек, вот в этом доме. Аккуратно, тушите эту хуйню, что ты надо. Давай. Вот так. ഇതുവരെ കണ്ടതൊന്നുമല്ല യുദ്ധമെന്ന് ഓർമ്മിപ്പിക്കുകയാണ് ഓരോ നഗരങ്ങളിൽ നിന്നും പുറത്തുവരുന്ന കാഴ്ചകൾ. വാർ ഡെസ്ക്, ന്യൂസ് 18. ഒരിക്കലും യുദ്ധം നേരിടേണ്ടി വരില്ല എന്ന യൂറോപ്പിന്റെ ആത്മാഭിമാനമാണ് വ്ളാഡിമിർ പുടിൻ തകർത്തു കളഞ്ഞത്. ലോക പോലീസ് എന്ന അമേരിക്കയുടെ അപ്രമാദിത്വമാണ് ചോദ്യം ചെയ്യപ്പെടുന്നത്. സൈനിക നടപടിക്കില്ല എന്ന് ആവർത്തിക്കുമ്പോഴും റൊമാനിയയുമായി ചേർന്ന് ഫ്രാൻസ് ആണവായുധ വാഹിനികൾ ഉപയോഗിച്ച് പരിശീലനം പ്രഖ്യാപിച്ചു. ഇതാണ് സൈപ്രസ് തീരത്ത് നങ്കൂരമിട്ട ഫ്രാൻസിന്റെ ആണവായുധ വിമാനവാഹിനി കപ്പൽ. കിഴക്കൻ മെഡിറ്ററേനിയൻ തീരത്ത് 2 മാസത്തെ പരിശീലനത്തിന് എന്ന പേരിൽ എത്തിച്ചിരിക്കുന്ന കപ്പലിൽ 20 റഫാൽ യുദ്ധവിമാനങ്ങളുണ്ട്. എല്ലാം ആണവായുധം വഹിക്കാൻ ശേഷിയുള്ളത്. സൈപ്രസ് തീരത്ത് ഇത് നങ്കൂരമിട്ടു എന്നതിലും വലിയ വാർത്ത റൊമാനിയയുമായി ചേർന്നുള്ള പരിശീലനമാണ്. യുക്രൈൻ അതിർത്തിയിൽ റൊമാനിയയുമായി ഇപ്പോൾ നടത്തുന്ന പരിശീലനം യുദ്ധത്തിൽ കുറഞ്ഞ് മറ്റൊന്നുമല്ല. കഴിഞ്ഞയാഴ്ച ബാൾട്ടിക്കിൽ റഷ്യ ആണവായുധവാഹക ശേഷിയുള്ള വിമാനങ്ങളുമായി നടത്തിയ പരിശീലനത്തിനുള്ള മറുപടി മാത്രമല്ല ഇപ്പോൾ ഫ്രാൻസ് നൽകുന്നത്.
പോളണ്ടിൽ അമേരിക്ക തുറന്ന പുതിയ സൈനിക ക്യാമ്പിന്റെ ദൃശ്യങ്ങൾ ഇന്നലെ പുറത്തുവന്നെങ്കിൽ ഇന്ന് ജർമ്മനിയിൽ നിന്നാണ് കാഴ്ച. യൂറോപ്പിനൊപ്പം അമേരിക്ക സൈനികമായി സജ്ജമായി കഴിഞ്ഞു എന്ന് തെളിയിക്കുകയാണ് ഈ ദൃശ്യങ്ങൾ. അമേരിക്കൻ സൈനികർ വൻതോതിൽ ജർമ്മനിയിൽ വന്നിറങ്ങുന്നതിന്റെ ഈ ദൃശ്യങ്ങൾ മാത്രമല്ല യുദ്ധനീക്കങ്ങളിൽ ഉള്ളത്. റൊമേനിയയിലേക്ക് പുറപ്പെട്ട ബെൽജിയൻ സംഘവുമുണ്ട്. പടയൊരുക്കം യൂറോപ്പിലും അമേരിക്കയിലും മാത്രമല്ല, റഷ്യക്കുള്ളിൽ തന്നെ യുദ്ധവിരുദ്ധ പ്രകടനങ്ങൾ നടക്കുന്നുണ്ട്. അവരെ നിർദാക്ഷിണ്യം ബലം പ്രയോഗിച്ച് കൊണ്ടുപോവുകയാണ് റഷ്യൻ പോലീസ്. വാർ ഡെസ്ക്, ന്യൂസ് 18. റഷ്യയെ നേരിടാൻ നാറ്റോ സർവ്വസജ്ജമെന്ന് അമേരിക്കൻ പ്രസിഡന്റ് ജോ ബൈഡൻ. സ്വേച്ഛാധിപത്യത്തിന്മേൽ സ്വാതന്ത്ര്യത്തിന്റെ വിജയം ഉടനുണ്ടാകും. ഐക്യരാഷ്ട്ര സംഘടനയുടെ പൊതുസഭ റഷ്യക്കെതിരായ പ്രമേയം ഇന്ന് വോട്ടിനിടും. Tonight, I say to the Russian oligarchs and the corrupt leaders who built billions of dollars off this violent regime, no more. The United States, I mean it. പുടിന്റെയും അഴിമതിക്കാരായ കൂട്ടാളികളുടെയും പ്രഭുവാഴ്ച. അമേരിക്കൻ പ്രസിഡന്റ് ജോ ബൈഡന്റെ ഈ പ്രയോഗത്തിന് എഴുന്നേറ്റ് നിന്നു കൈയടിച്ചു ഭരണ പ്രതിപക്ഷ ഭേദമില്ലാതെ എല്ലാവരും. അമേരിക്കൻ പ്രസിഡന്റ് റൂസ്വെൽറ്റ് ഹിറ്റ്ലറെ പോലും ഇത്ര കടുത്ത ഭാഷയിൽ വിമർശിച്ചതായി രേഖകളില്ല. റഷ്യയുടെ കണക്കുകൂട്ടലുകളെല്ലാം തെറ്റി. ഇതുവരെ ഏർപ്പെടുത്തിയ ഉപരോധങ്ങളൊക്കെ തുടക്കം മാത്രമാണ്. റഷ്യ യുദ്ധത്തിനായി നീക്കിവെച്ച മുഴുവൻ പണവും അസാധുവാകും. യുദ്ധത്തിനിറങ്ങുമോ എന്ന ചോദ്യത്തിന് നേരിട്ടൊരു ഉത്തരം പ്രസംഗത്തിലും ബൈഡൻ പറഞ്ഞില്ല. നേറ്റോ സഖ്യകക്ഷികളുടെ ഓരോ ഇഞ്ച് സ്ഥലവും സംരക്ഷിക്കാൻ അമേരിക്ക ഇറങ്ങുമെന്നാണ് കോൺഗ്രസിനോടുള്ള പ്രഖ്യാപനം. റഷ്യ യൂറോപ്പിനെ ആക്രമിക്കാത്തിടത്തോളം ഇടപെടില്ലെന്നും വ്യാഖ്യാനിക്കാം. യുക്രൈനെ നേറ്റോ അംഗമാക്കി തിരിച്ചടിക്കുമെന്നും പറയാം. അതിന് സൂചനയായി ഒരു വാചകം കൂടി ബൈഡൻ പറഞ്ഞു. പുടിൻ കരുതിയത് നേറ്റോ ഇടപെടില്ല എന്നാണ്. അദ്ദേഹത്തിന് തെറ്റി. ഞങ്ങൾ തയ്യാറാണ്. ഐക്യരാഷ്ട്ര സംഘടനയുടെ പൊതുസഭയിൽ റഷ്യക്കെതിരായ പ്രമേയം ഇന്ന് വോട്ടിനിടും. 193 അംഗരാജ്യങ്ങളിൽ ശേഷിക്കുന്നവരുടെ പ്രസംഗങ്ങൾക്ക് ശേഷം പ്രമേയത്തിൽ നടപടി എന്നാണ് ഇന്നത്തെ അജണ്ട. ഇന്ത്യൻ സമയം രാത്രി 8:30-ക്കാണ് യോഗം ആരംഭിക്കുന്നത്. വാർ ഡെസ്ക്, ന്യൂസ് 18. യുക്രൈനിലെ വിവിധ നഗരങ്ങളിൽ കനത്ത വ്യോമാക്രമണം. ഹാർക്കീവിലെ പോലീസ് ആസ്ഥാനം ഉൾപ്പെട്ട കെട്ടിടവും മിലിറ്ററി അക്കാദമിയും ഷെല്ലാക്രമണത്തിൽ തകർന്നു. 10 പേർ മരിച്ചതായ റിപ്പോർട്ടുകളുണ്ട്. കീവിലും സുമിയിലും ചെർണിവിലും ആക്രമണമുണ്ടായി. Есть! Есть, блядь! Два! കടന്നു കയറാനുള്ള ശ്രമം പരാജയപ്പെട്ടപ്പോഴാണ് ജനവാസ കേന്ദ്രങ്ങളിലേക്ക് ആക്രമണം അഴിച്ചുവിടുന്നതെന്ന് യുക്രൈൻ ആരോപിച്ചു. ശക്തമായി ചെറുത്തു നിൽക്കുന്നുവെന്നും യുക്രൈൻ അവകാശപ്പെട്ടു. റഷ്യയുടെ 5840 സൈനികരെ വധിച്ചെന്നും 30 യുദ്ധവിമാനങ്ങളും 31 ഹെലികോപ്റ്ററുകളും വെടിവെച്ചിട്ടതും യുക്രൈൻ അവകാശപ്പെടുന്നു. 211 ടാങ്കുകളും 40 റോക്കറ്റ് ലോഞ്ചുകളും തകർത്തെന്നും യുക്രൈൻ സേന അറിയിച്ചു. റഷ്യയുടെ വമ്പൻ പട കീവിലേക്ക് മുന്നേറുകയാണ്. വടക്ക് പടിഞ്ഞാറൻ നഗരമായ സൈറ്റമറിലെ ആശുപത്രിയിൽ ക്രൂസ് മിസൈൽ പതിച്ച് 2 പേർ മരിച്ചതായി യുക്രൈൻ സ്ഥിരീകരിച്ചു. ഇതിനിടെ 2 റഷ്യൻ മാധ്യമങ്ങൾക്ക് റഷ്യ വിലക്കേർപ്പെടുത്തി. വാർ ഡെസ്കിൽ നിന്ന് സജീവ് വാര്യർ ചേരുന്നു. സജീവ്, വ്യോമാക്രമണം എല്ലാ ഭാഗത്തു നിന്നും ശക്തമാക്കുക, അതും ജനവാസ കേന്ദ്രങ്ങളിൽ കൂടുതൽ ആക്രമണം നടത്തുക എന്നൊരു അജണ്ടയിലേക്ക് റഷ്യ കടക്കുന്നു. അതിനിടയിൽ എങ്ങനെയാണ് സമാധാന ചർച്ച പുരോഗമിക്കുന്നത്? വിവരങ്ങൾ, ഏറ്റവും പുതിയ അപ്ഡേറ്റ്.
അപർണ, സമാധാന ചർച്ചയ്ക്ക് ഇനി പ്രസക്തി ഉണ്ടോ എന്നുള്ള കാര്യം സംശയമാണ്. കാരണം അത്രത്തോളം ശക്തമായ ആക്രമണമാണ് നടക്കുന്നത്. വിവിധ നഗരങ്ങളിലായി വലിയ തോതിൽ ആക്രമണം അഴിച്ചുവിടുകയാണ് റഷ്യൻ സൈന്യം. 40 മൈൽ നീളമുള്ള ഒരു സൈനിക വ്യൂഹമാണ് കീവ് ലക്ഷ്യമാക്കി സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത്. അതേസമയം ചെച്നിയിൽ നിന്നുള്ള കാഡ്രേവിച്ച് സംഘം സെലക്സ്കിയെ വധിക്കാനായി ശ്രമിച്ചുവെന്നും ആ ശ്രമം തങ്ങൾ പരാജയപ്പെടുത്തിയെന്നും ഇപ്പോൾ അവകാശവാദവുമായി യുക്രൈൻ രംഗത്ത് വന്നിരിക്കുന്നു. യുക്രൈൻ്റെ സുരക്ഷാ സെക്രട്ടറിയാണ് ഇക്കാര്യം അറിയിച്ചത്. ആ ചെച്നിയിൽ നിന്നുള്ള ആ സംഘത്തെ വധിച്ചുവെന്നും വ്യക്തമാക്കുന്നു. പ്രസിഡന്റിനെ വധിക്കാനുള്ള ശ്രമമാണ് നടന്നത് എന്നാണ് അവർ പറയുന്നത്. ആ തരത്തിൽ അവരെ എതിരിട്ട് തോൽപ്പിച്ചുവെന്നും അവരെ കൊലപ്പെടുത്തിയെന്നുമുള്ള വിവരമാണ് പുറത്തു വരുന്നത്. അതിനൊപ്പമാണ് 5840 പേരെ സംഘത്തെ, അതായത് റഷ്യൻ സേനയെ കൊന്നു എന്നുള്ള വിവരം അറിയിക്കുന്നത്. അതേസമയം ലക്ഷക്കണക്കിന് 1,00,000-ൽ പരം ആളുകളാണ് നേരത്തെ സൈനിക വ്യൂഹത്തിലുണ്ടായിരുന്നത്. പക്ഷേ ഇപ്പോൾ 80% സൈനിക വ്യൂഹത്തിലെ 80% പേരും യുക്രൈനിലേക്ക് കടന്നു കയറിയെന്നും വിവിധ മേഖലകൾ കൈപ്പിടിയിൽ ഒതുക്കിയെന്നുമുള്ള വിവരമാണ് പുറത്തേക്ക് വരുന്നത്. അതോടൊപ്പമാണ് സുമിയിലും ഹാർക്കീവിലും അതുപോലെ ഹാർക്കീവിലും ചെർണിവിലുമെല്ലാം തന്നെ വലിയ തോതിലുള്ള വ്യോമാക്രമണം നടക്കുന്നത്. വിവിധ സുരക്ഷാ കേന്ദ്രങ്ങൾക്ക്, പോലീസ് സ്റ്റേഷൻ, അതുപോലെ സായുധ സേനയുടെ കേന്ദ്രങ്ങൾ, അതുപോലെ സൈന്യത്തിൻ്റെ ചില തന്ത്രപ്രധാനമായ കേന്ദ്രങ്ങൾ എന്നിവിടങ്ങളിലെല്ലാം വലിയ തോതിൽ ഷെൽ വർഷവും അതുപോലെ റോക്കറ്റും അയച്ചുകൊണ്ടിരിക്കുകയാണ്. ഇത്തരം കെട്ടിടങ്ങളെല്ലാം തകർത്ത് കളഞ്ഞു എന്നുള്ള വിവരം യുക്രൈൻ തന്നെ സ്ഥിരീകരിച്ചു തുടങ്ങിയിട്ടുണ്ട്. ആ തരത്തിൽ വലിയ തോതിൽ വലിയ വിനാശം വിതച്ചുകൊണ്ടാണ് സൈന്യത്തിൻ്റെ മുന്നേറ്റം എന്ന് അറിയാൻ സാധിക്കുന്നു. 4 ഭാഗവും പിടിക്കുക എന്നുള്ള ഒരു രീതിയാണ് ഇപ്പോൾ അവലംബിച്ചിരിക്കുന്നത്. ഏകദേശം ഒരു പ്രദേശം മുഴുവൻ, അതായത് റഷ്യയോട് ചേർന്ന് കിടക്കുന്ന പ്രദേശം, അതുപോലെ ബെലാറൂസിനോട് ചേർന്ന് കിടക്കുന്ന പ്രദേശം, ഒപ്പം തന്നെ ഒഡേസ അടക്കമുള്ള ഭാഗങ്ങളിൽ ഇപ്പോൾ വലിയ തോതിലുള്ള യുദ്ധം അരങ്ങേറുന്നുവെന്നാണ് അറിയാൻ സാധിക്കുന്നത്. അവിടെയെല്ലാം ടാങ്കുകൾ നിറഞ്ഞു കഴിഞ്ഞു. അതുപോലെ സൈന്യത്തെ പ്രതിരോധിക്കാനുള്ള മണൽ ചാക്കുകളടക്കം വെച്ച് റോഡുകൾ ബ്ലോക്ക് ചെയ്യുന്ന ശ്രമത്തിലാണ് അവിടെ നിന്ന് തദ്ദേശീയരായിട്ടുള്ള ആളുകളും അതുപോലെ സൈന്യവും എന്ന വിവരവും പുറത്തു വരുന്നുണ്ട്. ഇങ്ങനെയാണ് ഇപ്പോൾ ഉള്ള യുദ്ധത്തിൻ്റെ വിവരങ്ങൾ അറിയാൻ സാധിക്കുന്നത്. അതേസമയം വിവിധ മാധ്യമങ്ങൾക്ക് നേരെയുള്ള ആക്രമണവും മാധ്യമ സ്ഥാപനങ്ങൾക്ക് നേരെയുള്ള ആക്രമണവും നടക്കുന്നുണ്ട്. അതായത് റഷ്യ ചെയ്യുന്ന 3 തരത്തിലുള്ള ആക്രമണങ്ങളാണ്. ഒന്ന്, നേരിട്ട് സൈനിക മേഖലകൾ ആക്രമിക്കുക. രണ്ടാമത്, തന്ത്രപ്രധാനമായ പ്രദേശങ്ങളെല്ലാം ആക്രമിക്കുക. അതോടൊപ്പം മൂന്നാമത്, അതായത് വാർത്താവിനിമയ സംവിധാനങ്ങളും വാർത്താ വിതരണ കേന്ദ്രങ്ങളും തകർക്കുക തുടങ്ങിയിട്ടുള്ള രീതിയാണ്. അതോടൊപ്പമാണ് ജനവാസ കേന്ദ്രങ്ങളിലേക്കുള്ള ചെറുത്തു നിൽക്കാനുള്ള ജനങ്ങളുടെ ശ്രമങ്ങളെ ജനവാസ കേന്ദ്രങ്ങളിലേക്ക് റോക്കറ്റ് ആക്രമണം നടത്തിക്കൊണ്ടാണ് റഷ്യ പരാജയപ്പെടുത്താൻ ശ്രമിക്കുന്നത്. ഈ തരത്തിലുള്ള മുന്നേറ്റമാണ് അവിടെ നിന്ന് പുരോഗമിക്കുന്നത് എന്നാണ് ലഭിക്കുന്ന വിവരങ്ങൾ. വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം കൂടി സജീവ്, രക്ഷാദൗത്യവുമായി ബന്ധപ്പെട്ട് അത് ഏതെല്ലാം മേഖലകളിലേക്കാണ് കൂടുതൽ രക്ഷാദൗത്യം ഇന്ത്യയുടെ ഭാഗത്ത് നിന്ന് ഇപ്പോൾ ഫോക്കസ് ചെയ്തിരിക്കുന്നത് എന്നുള്ളതാണ്. കാരണം ഈ രീതിയിൽ യുദ്ധ കെടുതി ഒരു വശത്ത് രൂക്ഷമാകുന്ന ഒരു സാഹചര്യത്തിൽ അതുമായി ബന്ധപ്പെട്ട് നമുക്ക് ലഭ്യമാകുന്ന വിവരങ്ങൾ എന്തെല്ലാമായിരിക്കും ഹെൽപ്പ് ഡെസ്കിൽ നിന്ന്? ശക്തമായ ആക്രമണം നടക്കുന്ന സാഹചര്യത്തിൽ രക്ഷാദൗത്യം പുരോഗമിക്കുന്നുണ്ട് എന്നാണ് അറിയാൻ സാധിക്കുന്നത്. അതായത് 4 മന്ത്രിമാർ നമ്മുടെ ഇതുമായി അയൽ രാജ്യങ്ങളിൽ ഉണ്ട്. പോളണ്ട്, ഹംഗറി തുടങ്ങിയ റൊമാനിയ തുടങ്ങിയുള്ള രാജ്യങ്ങളിൽ അവർ കേന്ദ്രീകരിച്ചുകൊണ്ടുള്ള പ്രവർത്തനമാണ് നടക്കുന്നത്. അതിൽ നമ്മുടെ കുട്ടികളും കേരളത്തിൽ നിന്നുള്ള മലയാളികളായ കുട്ടികളുമുണ്ട്. അവരെ കൂടി രക്ഷപ്പെടുത്താനുള്ള ശ്രമങ്ങൾ, ഇന്ത്യൻ വിദ്യാർത്ഥികളെല്ലാം രക്ഷപ്പെടുത്താനുള്ള ശ്രമങ്ങൾ പുരോഗമിക്കുന്നുവെന്ന വിവരമാണുള്ളത്. ഇത് സംബന്ധിച്ച് കൂടുതൽ വിവരങ്ങൾ ഗോപിക സുരേഷ് നൽകും. ഇപ്പോൾ ഗോപിക, നമ്മുടെ കുട്ടികൾ, നമ്മുടെ വിദ്യാർത്ഥികൾ അവിടെ നിന്ന് രക്ഷപ്പെടാനുള്ള ശ്രമങ്ങളിലാണ്. അവിടെ നിന്ന് അവരെ നീക്കി അതിർത്തിയിലെത്തിക്കാനുള്ള ശ്രമങ്ങൾ പുരോഗമിക്കുന്നു എന്ന വിവരം വരുന്നു. ഏറ്റവും പുതിയ വിവരങ്ങൾ എന്താണ്?
സജീവ്, ഇന്ന് പ്രധാനമായും നമ്മൾ കുട്ടികളുടെ കാര്യത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കേണ്ടത് ഈ സുമി, ഖർക്കീവ് മേഖലകളിലുള്ള കുട്ടികളെ സംബന്ധിച്ചാണ്. ഈ പ്രദേശങ്ങളിലായി ഏതാണ്ട് 4000-ഓളം വരുന്ന ഇന്ത്യൻ വിദ്യാർത്ഥികളും 2000-ഓളം വരുന്ന മലയാളി വിദ്യാർത്ഥികളും ആണ് ഉള്ളത്. ഇവരുടെ ഒരു മൂവ്മെന്റ്, ഇവരുടെ ഒരു ട്രാവലിംഗ് സംബന്ധിച്ചാണ് ഏറ്റവും വലിയ ആശങ്ക. യുദ്ധം തുടങ്ങി 7ാം ദിവസമാണ്. 6 ദിവസവും ബംഗറിൽ കഴിഞ്ഞ കുട്ടികളാണ്. ഈ തരത്തിൽ ഈ കുട്ടികളെ എങ്ങനെ സുരക്ഷിത സ്ഥാനങ്ങളിലേക്ക് എത്തിക്കാം എന്നത് സംബന്ധിച്ചാണ് ഇന്ത്യൻ എംബസി കിണഞ്ഞ് പരിശ്രമിക്കുന്നത്. ഈ പ്രദേശം നോക്കുകയാണെങ്കിൽ സുമി നാഷണൽ യൂണിവേഴ്സിറ്റി ഉണ്ട്, ഖാർക്കീവ് നാഷണൽ യൂണിവേഴ്സിറ്റി ഉണ്ട്. ഈ പ്രദേശങ്ങളിലൊക്കെ തന്നെയും ഏകദേശം 4000-ഓളം വരുന്ന ഇന്ത്യൻ സ്റ്റുഡൻസ് ഉണ്ട് എന്നാണ് അറിയാൻ സാധിക്കുന്നത്. അങ്ങനെയാണ് നമ്മുടെ വിദേശകാര്യ മന്ത്രാലയം മറ്റും നൽകുന്ന വിശദാംശങ്ങൾ. അതിൽ കൂടുതലും മലയാളി വിദ്യാർത്ഥികളാണ്. ഇവരുടെ ഒരു യാത്ര സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ഈ റഷ്യൻ ബോർഡർ കടക്കാനാണ് ഇവർക്ക് ഏറ്റവും എളുപ്പം. കാരണം ഈ സുമിയിൽ നിന്ന് 40 കിലോമീറ്റർ, സുമി നാഷണൽ യൂണിവേഴ്സിറ്റി നിൽക്കുന്ന സ്ഥലത്ത് നിന്ന് ഏതാണ്ട് 40 കിലോമീറ്റർ സഞ്ചരിച്ചാൽ ഈ റഷ്യൻ അതിർത്തി പ്രദേശത്തേക്ക് എത്താൻ സാധിക്കും. അതുപോലെ തന്നെ ഖാർക്കീവും റഷ്യയോട് ഏറ്റവും അതിർത്തി പങ്കിടുന്ന പ്രദേശമാണ്. അതുകൊണ്ട് തന്നെ ഇന്ത്യ റഷ്യ നയതന്ത്ര തലത്തിലുള്ള ചർച്ചകൾ പുരോഗമിക്കുകയാണ്. കഴിഞ്ഞ 2 ദിവസമായും ചർച്ചകൾ നടക്കുന്നു. കാരണം ഈ അതിർത്തി വഴി കുട്ടികളെ റഷ്യയിലേക്ക് എത്തിക്കുക, സുരക്ഷിത സ്ഥാനങ്ങളിലേക്ക് എത്തിക്കുക എന്ന തരത്തിലുള്ള ചർച്ചയാണ് റഷ്യയുടെയും ഇന്ത്യയുടെയും ഭാഗത്ത് നിന്ന് നടക്കുന്നത്. പക്ഷേ സൈനിക വിന്യാസം കടുക്കുന്ന സാഹചര്യത്തിൽ റഷ്യ ഇതിനൊരു അനുമതി നൽകിയിട്ടില്ല. റഷ്യ പറയുന്ന പ്രധാനപ്പെട്ട കാര്യം ആ തരത്തിൽ മൂവ്മെന്റ് സാധ്യമാക്കുകയാണെങ്കിൽ കൂടുതലും യുക്രൈനിയൻസ് റഷ്യയിലേക്ക് കടക്കും, ആ തരത്തിലാണ്. പക്ഷേ ഇന്ത്യ ചില വ്യവസ്ഥകൾ മുന്നോട്ട് വെച്ചിട്ടുണ്ട്. ഈ വ്യവസ്ഥകൾ അംഗീകരിക്കുന്ന നിലയ്ക്ക് കുട്ടികളെ ഈ അതിർത്തിയോട് ചേർന്നുള്ള പ്രദേശങ്ങളിൽ ഉള്ള കുട്ടികളെ റഷ്യയിലെ ഉള്ള ഒരു സുരക്ഷിത മാർഗത്തിലേക്ക് അല്ലെങ്കിൽ ഒരു സുരക്ഷിത സ്ഥാനത്തേക്ക് എത്തിക്കാൻ കഴിയുമെന്നാണ് ഇന്ത്യൻ എംബസിയുടെയും മറ്റും പ്രതീക്ഷ. ഇന്ത്യൻ എംബസി ഉദ്യോഗസ്ഥർ ഒക്കെ തന്നെയും ഈ റഷ്യയിൽ പലതരത്തിലുള്ള നയതന്ത്ര ചർച്ചകളും പുരോഗമിക്കുകയാണ്. നമ്മുടെ ഉദ്യോഗസ്ഥർ കുട്ടികൾ നിൽക്കുന്ന സ്ഥലങ്ങൾ ഇതൊക്കെ നോട്ട് ചെയ്ത് അവരുടെ സുരക്ഷ ഉറപ്പാക്കാൻ റഷ്യയിലും നമ്മുടെ ഉദ്യോഗസ്ഥർ ഉണ്ട്. ആ തരത്തിലാണ് ഈ പ്രദേശം കേന്ദ്രീകരിച്ചുള്ള കാര്യങ്ങൾ. നമുക്കറിയാം റഷ്യയുടെ കടന്നുകയറ്റം, അവരുടെ സൈനിക വിന്യാസം ഈ സുമി, ഖാർക്കീവ് മേഖലകളിൽ ഒക്കെ തന്നെയും അതിരൂക്ഷ ആക്രമണമാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. അതുപോലെ തന്നെ ഈ താഴേക്ക് വരികയാണെങ്കിൽ, ഈ തെക്ക് കിഴക്കൻ മേഖലയിൽ വരികയാണെങ്കിൽ, ഈ ലുഡിറ്റ്സ്ക്, സാപ്രോഷ്യ ഈ മേഖലകളിലേക്ക് വരികയാണെങ്കിൽ ഖേഴ്സൺ ഒക്കെ തന്നെയും റഷ്യ വലിയ തരത്തിലുള്ള ആക്രമണമാണ് ഈ പ്രദേശങ്ങളിലേക്ക് നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇവിടെ ഈ ഖേഴ്സൺ പറയുകയാണെങ്കിൽ ഒരു 3 ലക്ഷം പേർ വസിക്കുന്ന പ്രദേശമാണ്. റഷ്യൻ മിലിറ്ററി മൂവ്മെന്റിന്റെ ഭാഗമാകും ഖേഴ്സൺ എന്നാണ് BBC അടക്കമുള്ള മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത്. അങ്ങനെയെങ്കിൽ ഈ ഖാർക്കീവിൽ നിന്നും സുമിയിൽ നിന്നുമൊക്കെ ഉള്ള നമ്മുടെ കുട്ടികൾ ഈ മോൾഡോവ അതിർത്തി വഴിയുള്ള രക്ഷാപ്രവർത്തനം ദുർഘടമാകാനുള്ള ഒരു സാധ്യത മുന്നിൽ കാണുന്നുണ്ട്. പ്രധാനമായും നമ്മുടെ രക്ഷാപ്രവർത്തനം നടത്തുന്നത് ഈ പോളണ്ട് അതിർത്തി വഴി, സ്ലോവാക്യൻ അതിർത്തി വഴി, ഹംഗേറിയൻ അതിർത്തി വഴി, റൊമേനിയൻ അതിർത്തി വഴി, മോൾഡോവ അതിർത്തി വഴി. ഈ ഖേഴ്സൺ ഒക്കെ റഷ്യൻ സേന പിടിക്കുകയാണെങ്കിൽ ഇതുവഴിയുള്ള കുട്ടികളുടെ മൂവ്മെന്റിന് വലിയ തരത്തിലുള്ള തടസ്സമാകും. ഏതാണ്ട് ഈ പ്രദേശങ്ങളിലെല്ലാം റഷ്യൻ സേന തമ്പടിച്ചിരിക്കുന്നു, വലിയ തരത്തിലുള്ള സ്ഫോടനങ്ങൾ നടത്തുന്നു. അതുകൊണ്ട് തന്നെ യുദ്ധം തുടങ്ങി 7ാം ദിവസമായി കുട്ടികളെ എത്രയും പെട്ടെന്ന് തന്നെ ഈ വെസ്റ്റേൺ ഭാഗത്തേക്കുള്ള സുരക്ഷിത സ്ഥാനങ്ങളിലേക്ക് മാറ്റി അതിർത്തി പ്രദേശങ്ങളിലേക്ക് കടത്തേണ്ടത് ഏറ്റവും അത്യാവശ്യം തന്നെയാണ്. നമ്മൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന കുട്ടികൾ നൽകുന്ന വിവരങ്ങൾ അനുസരിച്ച് അവരുടെ ഏജന്റുമാരും മറ്റും ബന്ധപ്പെട്ട് അവർ സ്വന്തം നിലയ്ക്ക് തന്നെ ഈ സുമി നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ടിലെയും ഖാർക്കീവ് നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ടിലെയും ഒക്കെ കുട്ടികൾ പലതരത്തിലും സ്വന്തം നിലയ്ക്കും ഏജന്റുമാർ വഴിയും ഒക്കെ തന്നെ യാത്ര ആരംഭിച്ചിട്ടുണ്ട്. ഒരു ഭാഗത്ത് കുട്ടികളുടെ ഭാഗത്ത് നിന്ന് ലഭിക്കുന്ന വിവരങ്ങൾ അങ്ങനെയാണെങ്കിൽ ഇന്ത്യൻ എംബസി ഇന്ത്യ റഷ്യയുടെ മേൽ വലിയ തരത്തിലുള്ള സമ്മർദ്ദം, ആ തരത്തിലുള്ള നയതന്ത്ര ചർച്ചകളാണ് പുരോഗമിക്കുന്നത്. ഈ ഒരു അവസരത്തിൽ ആ ചർച്ചകളൊക്കെ വിജയകരമാകട്ടെ. അതുവഴി അതിർത്തി പ്രദേശങ്ങളോട് ചേർന്ന് കിടക്കുന്ന നമ്മുടെ കുട്ടികൾ റഷ്യയിലെ ഒരു സുരക്ഷിത സ്ഥാനത്തേക്ക് മാറ്റാൻ കഴിയട്ടെ എന്ന് വേണം നമുക്ക് ഈ ഒരു സമയത്ത് പറയാൻ. ശരിയാണ് ഗോപിക, അവിടെ നിന്ന് ആശങ്കയുടെ വിവരങ്ങൾക്കൊപ്പം പ്രതീക്ഷയുടെ വിവരങ്ങൾ കൂടി ലഭ്യമാകുന്നുണ്ട്. അതേസമയം സെലസ്കി ഇപ്പോൾ ഒരു വീഡിയോ സന്ദേശം ഷെയർ ചെയ്തിരിക്കുന്നു. അദ്ദേഹം പറയുന്നത് തൻ്റെ രാജ്യത്തെ തുടച്ചു നീക്കാനാണ് റഷ്യൻ സേനയുടെ ശ്രമം എന്നാണ് അദ്ദേഹം ആരോപിക്കുന്നത്. അത്തരത്തിലൊരു വീഡിയോ കൂടി പങ്കുവച്ചിരിക്കുന്നു എന്നതാണ് ഏറ്റവും പുതിയ വിവരം. അപർണ. സജീവ് സി വാര്യരും ഒപ്പം ഗോപികയും വാർഡസ്കിൽ നിന്ന് വിവരണം നൽകിയത്. ഏതായാലും രണ്ടാംഘട്ട സമാധാന ചർച്ച ഒരു വശത്ത് നടക്കുമ്പോഴും അതിലും രൂക്ഷമായിട്ടുള്ള യുദ്ധതന്ത്രങ്ങൾ ആവിഷ്കരിക്കുക കൂടിയാണ് റഷ്യ. മറുവശത്ത് യുക്രൈനെ തുടച്ചു നീക്കാനുള്ള ശ്രമമാണ് റഷ്യ നടത്തുന്നതെന്ന് സെലൻസ്കിയുടെ യുക്രൈൻ പ്രസിഡന്റ് ഏറ്റവും പുതിയ വീഡിയോ സന്ദേശവും പുറത്തു വന്നിരിക്കുന്നു. വാർത്തയിലേക്ക് തിരികെ വരാം ഇടവേളയ്ക്ക് ശേഷം.
രക്ഷാദൌത്യത്തിന് സഹായം തേടിയുള്ള ഇന്ത്യയുടെ ആവശ്യം പരിഗണിക്കുന്നുവെന്ന് റഷ്യ. കുടുങ്ങിക്കിടക്കുന്ന ഇന്ത്യക്കാർക്കായി അധികാരികളുമായി ബന്ധപ്പെട്ട് വരികയാണെന്നും റഷ്യൻ സ്ഥാനപതി അറിയിച്ചു. വിവരങ്ങളുമായി KP അഭിലാഷ് ചേരുന്നു. അഭിലാഷ്, നേരത്തെ തന്നെ റഷ്യൻ അതിർത്തി വഴിയെ പ്രത്യേകിച്ച് യുക്രൈനിൽ പല ഭാഗങ്ങളിലും യുദ്ധം ശക്തമാകുന്ന സാഹചര്യത്തിൽ റഷ്യൻ അതിർത്തി വഴി ഇന്ത്യൻ വിദ്യാർത്ഥികളെ നാട്ടിലേക്ക് എത്തിക്കാനുള്ള ശ്രമങ്ങൾ ആലോചിച്ചു വരുന്നുണ്ടായിരുന്നു. അത് യാഥാർത്ഥ്യമാകുമെന്ന രീതിയിലേക്ക് ചർച്ചകൾ നടക്കുന്നു എന്നാണോ മനസ്സിലാക്കേണ്ടത്? അപർണ, നിലവിലെ സാഹചര്യത്തിൽ റഷ്യയുടെ ഭാഗത്ത് നിന്നുണ്ടാകുന്ന പ്രതികരണം വലിയ പ്രതീക്ഷ നൽകുന്ന ഒന്ന് തന്നെയാണ്. യുദ്ധം ആരംഭിച്ച് ദിവസങ്ങൾ പിന്നിടുമ്പോൾ ഇന്ത്യ നിലപാട് ആവർത്തിക്കുകയാണ് ചെയ്തിട്ടുള്ളത്. പ്രത്യേകിച്ച് യുക്രൈന്റെ കിഴക്കൻ മേഖലകളിൽ തുടരുന്ന ഇന്ത്യക്കാർക്ക് പുറത്തിറങ്ങാൻ പോലും പറ്റാത്ത സാഹചര്യമാണുള്ളത്. ഹാർക്കീവ്, സുമി ഉൾപ്പെടെയുള്ള മേഖലകളിലെ വിദ്യാർത്ഥികൾ അടക്കമുള്ളവർ ഇപ്പോഴും സുരക്ഷിതമല്ലാത്ത ഇടങ്ങളിൽ തുടരുകയുമാണ്. ഈ സാഹചര്യത്തിലായിരുന്നു ഇന്ത്യൻ വിദ്യാർത്ഥികൾക്ക് സുരക്ഷിത പാതയൊരുക്കണമെന്ന് റഷ്യയോട് നിരന്തരം ആവശ്യപ്പെട്ടത്. എന്നാൽ അനുകൂലമായ ഒരു നിലപാട് റഷ്യ സ്വീകരിച്ചിരുന്നില്ല. കഴിഞ്ഞ ദിവസം ഹാർക്കീവിൽ ഉണ്ടായ ഷെല്ലാക്രമണത്തിൽ ഇന്ത്യക്കാരെ വേദനയിലാഴ്ത്തിക്കൊണ്ട് കർണാടക സ്വദേശി മരിക്കുകയും ചെയ്തു. തുടർന്ന് റഷ്യൻ സ്ഥാനപതിയെ ഇന്ത്യൻ വിദേശകാര്യ മന്ത്രാലയം വിളിച്ചു വരുത്തി കടുത്ത അതൃപ്തി അറിയിച്ചു. പിന്നീട് വിദേശകാര്യ സെക്രട്ടറി തന്നെ ഇക്കാര്യം സ്ഥിരീകരിക്കുകയും ചെയ്തു. ഹർഷവർദ്ധൻ ശൃംഗ്ല ഇന്നലെ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞത് റഷ്യയോട് കടുത്ത ഭാഷയിൽ തന്നെയാണ് ഇക്കാര്യത്തിൽ നടപടി ഉണ്ടാകണം എന്ന് ആവശ്യപ്പെട്ടത് എന്നാണ്. മാത്രവുമല്ല, ഐക്യരാഷ്ട്രസഭയിലടക്കം ഇന്ത്യ നിഷ്പക്ഷമായ ഒരു നിലപാടാണ് സ്വീകരിച്ചിട്ടുള്ളത്. ഈ നിലപാടിനെയും റഷ്യ സ്വാഗതം ചെയ്ത പശ്ചാത്തലമുണ്ട്. അതുകൊണ്ട് തന്നെ ഇപ്പോൾ കുടുങ്ങിക്കിടക്കുന്ന കിഴക്കൻ പ്രദേശത്ത് കുടുങ്ങിക്കിടക്കുന്നവരെ നിലവിൽ ഇന്ത്യക്ക് സഹായം എത്തിക്കുന്ന റൊമാനിയ, പോളണ്ട്, ഹംഗറി, സ്ലൊവാക്യ ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾ വഴി ഇന്ത്യയിലേക്ക് എത്തിക്കുക എന്നത് പ്രായോഗികമല്ല. അതുകൊണ്ട് തന്നെ റഷ്യയിലേക്ക് ആളുകളെ എത്തിച്ച ശേഷം അവിടെ നിന്ന് ഇന്ത്യയിലേക്ക് മാറ്റുക എന്നുള്ള ഒരു ശ്രമം തുടരുക തന്നെയാണ്. ഇതിന്റെ ഭാഗമായി മോസ്കോയിലെ ഇന്ത്യൻ എംബസിയിൽ നിന്നുള്ള സംഘം യുക്രൈൻ റഷ്യ അതിർത്തിയിലേക്ക് പുറപ്പെടും എന്നും നേരത്തെ അറിയിച്ചിരുന്നു. ഈ ഒരു സാഹചര്യത്തിൽ റഷ്യയുടെ ഭാഗത്ത് നിന്നുണ്ടാകുന്ന പ്രതികരണം വളരെ പ്രസക്തമാണ്. റൈറ്റ്. KP അഭിലാഷ്, ഏതായാലും ഇന്ത്യയുടെ ആവശ്യം പരിഗണിക്കുമെന്ന് റഷ്യ വ്യക്തമാക്കുകയും ചെയ്തിരിക്കുന്നു. യുക്രൈൻ രക്ഷാദൌത്യം ഓപ്പറേഷൻ ഗംഗ വിപുലീകരിച്ച കേന്ദ്ര സർക്കാർ. ഇതുവരെ 13 വിമാനങ്ങൾ ഇന്ത്യയിൽ തിരിച്ചെത്തി. വ്യോമസേനയുടെ 3 വിമാനങ്ങൾ രക്ഷാദൌത്യത്തിന്റെ ഭാഗമായി യുക്രൈനുള്ള ദുരിതാശ്വാസ സാമഗ്രികളും ഇന്നെത്തിക്കും. പോളണ്ടിലേക്ക് പ്രവേശിക്കാൻ ബുഡോമിയസ് അതിർത്തി ചെക്ക് പോയിന്റിലേക്ക് എത്താൻ ഇന്ത്യക്കാർക്ക് എംബസി നിർദ്ദേശം നൽകി. യുക്രൈനിൽ നിന്ന് ഇന്ത്യക്കാരെ ഒഴിപ്പിക്കുന്ന രക്ഷാദൌത്യം ഓപ്പറേഷൻ ഗംഗ അതിവേഗം തുടരുകയാണ്. 1377 ഇന്ത്യക്കാരെയാണ് ഇന്ന് നാട്ടിലെത്തിക്കുന്നത്. റൊമേനിയ, ഹംഗറി, പോളണ്ട് എന്നീ രാജ്യങ്ങളിൽ നിന്ന് 6 വിമാനങ്ങളിലായാണ് സംഘം എത്തുന്നത്. ഡൽഹിയിലെത്തിയ യാത്രക്കാരെ കേന്ദ്രമന്ത്രിമാർ സ്വീകരിച്ചു. വൈകുന്നേരം 4 പുറപ്പെടുന്ന എയർ ഏഷ്യയുടെ ചാർട്ടേഡ് ഫ്ലൈറ്റിൽ മലയാളി വിദ്യാർത്ഥികളെ ഡൽഹിയിൽ നിന്നും കൊച്ചിയിലെത്തിക്കുമെന്ന് റെസിഡന്റ് കമ്മീഷണർ സൗരഭ് ജെയിൻ പറഞ്ഞു. കേരളത്തിലെത്തിയ വിദ്യാർത്ഥികൾ നാട്ടിൽ തിരിച്ചെത്തിയതിന്റെ ആശ്വാസം പങ്കുവച്ചു. നമ്മുടെ ഒത്തിരി ഫ്രണ്ട്സ് കീവിലും ഹാർക്കീവിലൊക്കെ ആയിട്ട് ഒത്തിരി പേര് അവിടെ അകപ്പെട്ട് കിടക്കുന്നു. അപ്പൊ ആ കുട്ടികളെയും കൂടെ എത്രയും വേഗം ഗവൺമെന്റ് ഇവാക്യുവേറ്റ് ചെയ്ത് നാട്ടിലെത്തിക്കണം. നരേന്ദ്രമോദി സർ, എംബസി പ്രവർത്തകർ, ഹംഗറി, എസ്പെഷ്യലി ഹംഗറി എംബസി ആൻഡ് യുക്രൈൻ എംബസി, പിന്നെ എയർപോർട്ട് അധികൃതർ, അവരൊക്കെ നന്നായിട്ട് ഞങ്ങളെ ഹെൽപ്പ് ചെയ്തു. ഒരു ബുദ്ധിമുട്ടും കൂടാതെ ഞങ്ങളെ കെയർ ചെയ്തു. ഫുഡ് ആയാലും എന്തായാലും ഞങ്ങൾക്ക് നൽകി. എല്ലാം സേഫായിട്ട് ഞങ്ങളെ ഇവിടെ എത്തിച്ചു. ഒരുപാട് സന്തോഷമുണ്ട്. എംബസി പോലും ചില സമയങ്ങളിൽ അവർക്കൊന്നും ചെയ്യാൻ പറ്റില്ല, കാരണം അവിടുത്തെ സാഹചര്യം അങ്ങനെയാണ്. അടുത്ത 2-3 ദിവസങ്ങളായിട്ട് കൂടുതലായിട്ട് ഗവൺമെന്റ് ഫ്ലൈറ്റുകൾ ഏർപ്പാടാക്കുന്നുണ്ട്. അപ്പൊ അതിന്റെ ഇതായിട്ട് എല്ലാവരും വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പം എത്രയും വേഗം തന്നെ എല്ലാവരും നാട്ടിലെത്തിച്ചേരുമെന്ന് പ്രതീക്ഷിക്കുന്നു. അടുത്ത 3 ദിവസത്തിനുള്ളിൽ 26 വിമാനങ്ങൾ യുക്രൈനിലേക്ക് സർവീസ് നടത്തുമെന്ന് വിദേശകാര്യമന്ത്രി S ജയശങ്കർ അറിയിച്ചു. വ്യോമസേനയുടെ 3 C-17 വിമാനങ്ങളും ദൌത്യത്തിന്റെ ഭാഗമായി യുക്രൈനിലേക്ക് ദുരിതാശ്വാസ സാമഗ്രികളുമായാണ് വിമാനം പുറപ്പെട്ടത്. അതേസമയം പോളണ്ടിലേക്ക് പ്രവേശിക്കാൻ ബുഡോമിയസ് അതിർത്തി ചെക്ക് പോയിന്റിലേക്ക് എത്താൻ ഇന്ത്യക്കാർക്ക് എംബസി നിർദ്ദേശം നൽകി. ലെവീവ്, ടെർണോപ്പിൽ മേഖലയിലുള്ളവർ ഇവിടേക്ക് യാത്ര ചെയ്യണമെന്നാണ് അറിയിച്ചിട്ടുള്ളത്. ന്യൂസ് 18 ഡൽഹി. യുക്രൈനിൽ നിന്നും ഡൽഹിയിലെത്തിയ മലയാളി വിദ്യാർത്ഥികളെ സംസ്ഥാന സർക്കാർ പ്രത്യേക വിമാനത്തിൽ ഇന്ന് കൊച്ചിയിലെത്തിക്കും. 180 വിദ്യാർത്ഥികളെയാണ് ചാർട്ടേഡ് വിമാനത്തിലെത്തിക്കുന്നത്. ഇന്നലെയും ഇന്നുമായി ഡൽഹിയിലെത്തിയ കുട്ടികൾക്ക് കേരള ഹൌസിലാണ് താമസ സൗകര്യം ഒരുക്കിയത്. റൊമാനിയയിലെത്തി. റൊമാനിയയിൽ നിന്ന് എയർ ഇന്ത്യ ഫ്ലൈറ്റ് വഴി നമ്മുടെ ഡൽഹിയിലേക്കാണ് ഞാൻ എയർ ഇന്ത്യ ഫ്ലൈറ്റ് വഴി വന്നത്.
സ്വാഭാവികമായിട്ടും ഇറ്റ് വാസ് എ ഗുഡ് സർവീസ് ഫ്രം ഇന്ത്യൻ ഗവൺമെൻറ് ആൻഡ് ഇന്ത്യൻ എംബസി. അവിടുത്തെ എക്സ്പീരിയൻസ് എന്ന് പറഞ്ഞാൽ എന്താ പറയാനായിട്ടൊന്നുമില്ല, അത്രയ്ക്കും ഭയങ്കരമായിരുന്നു. വോറെന്നൊക്കെ കേട്ടിട്ടുള്ളൂ, അത് അനുഭവിച്ചറിയാനായിട്ട് പറ്റി. ഇവിടെ നാട്ടിൽ തിരിച്ചെത്തിയത് വളരെ ഹാപ്പിയാണ്, ലക്കിയാണ്. ഇനി അവിടെ കുറേ സ്റ്റുഡൻസ് കുടുങ്ങി കിടക്കുന്നുണ്ട്. അത് വെച്ച് നോക്കുമ്പോൾ ഞങ്ങൾ എത്രയും പെട്ടെന്ന് നാട്ടിലെത്തി. താങ്ക്സ്. ഞങ്ങൾക്ക് ബോർഡർ കടക്കണ വരെ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. ഞങ്ങൾക്ക് കടക്കാനൊക്കെ ഭയങ്കര തിക്കും തിരക്കും കാര്യങ്ങളൊക്കെ ആയിരുന്നു. ബോർഡർ കടന്നു കഴിഞ്ഞപ്പോൾ ഞങ്ങൾക്ക് എല്ലാ ഫെസിലിറ്റീസും എംബസി ചെയ്ത് തന്നിട്ടുണ്ടായിരുന്നു. ഇഷ്ടം പോലെ പിള്ളേരുണ്ട്, 3000-4000 പേര് ഇപ്പോഴും അവിടെയാണ്. ബോർഡറിലുണ്ട് അത്രയും പേര്, അല്ലാത്തവരുണ്ട്. കീവ് പോലെയുള്ള സ്ഥലത്ത് ബങ്കറിൽ പെട്ട് ഭയങ്കരമായിട്ട് കഷ്ടപ്പെടുകയാണ്. ഞങ്ങൾക്ക് ആ വക പ്രശ്നങ്ങളൊന്നും ഉണ്ടായിട്ടില്ല. ഇപ്പം എല്ലാവരും വന്നിരിക്കുന്ന മോസ്റ്റ്ലി സേഫ് ആയിട്ടുള്ള സിറ്റിയിൽ നിന്നാണ് എല്ലാവരും വന്നിട്ടുള്ളത്. ഇപ്പോഴും അവിടെ ശരിക്കും പ്രശ്നം നടക്കുന്ന സിറ്റിയിൽ നിന്ന് ആർക്കും വരാൻ പറ്റിയിട്ടില്ല. കീവ്, കാർക്കീവ്, സുമി, അവിടുത്തെ സ്റ്റുഡൻസിന് ആർക്കും തന്നെ വരാൻ പറ്റിയിട്ടില്ല. ഇപ്പോഴും അവിടെ പെട്ട് കിടക്കുകയാണ്. അവരെങ്ങനെയെങ്കിലുമൊക്കെ നാട്ടിൽ എത്തിക്കണം എന്നാണ് ഞങ്ങളുടെ. നമ്മൾ ഇതാ പിന്നെ മൾഡോവ കയറി പിന്നെ റൊമാനിയയിൽ വന്നു, പിന്നെയാണ് ഇങ്ങോട്ടേക്ക് തിരിച്ചു വരുന്നത്. അവിടെയുള്ള ഇനിയിപ്പോൾ ബാക്കി വരുന്ന കുട്ടികളൊക്കെ ഇപ്പോൾ ഒരുപാട് മോസ്റ്റ് ഓഫ് ദി പിള്ളേരൊക്കെ സേഫസ്റ്റ് സോണിൽ എത്തിക്കഴിഞ്ഞെന്നാണ് അറിയാൻ കഴിഞ്ഞത്. കുറേ പിള്ളേർ സുമിയിൽ കുടുങ്ങി കിടക്കുന്നുണ്ട്. അവരും കൂടി ഒന്ന് സേഫ് സോണിൽ എത്തിക്കുക, പിന്നെ നാട്ടിലേക്ക് എത്തിക്കുക, അത്രേ പറയാനുള്ളൂ. നിരവധി മലയാളി വിദ്യാർത്ഥികൾ ഇപ്പോഴും ഹാർക്കീവിൽ കുടുങ്ങിക്കിടക്കുകയാണ്. യുദ്ധം കനത്തതോടെ കടുത്ത ആശങ്കയിലാണ് ഇവർ. അക്ഷയ് എന്ന വിദ്യാർത്ഥിയുടെ പ്രതികരണത്തിൽ. Inside the railway station, but somehow we managed to run inside. I don't know what our government is doing, but even now in the news they are saying a lot of people, students from Kharkiv have escaped from or they have got out from Kharkiv. But I'm telling you, no, lots of students are still outside the railway station or still in Kharkiv who are not able to come inside, who's being beaten up and hidden by these Ukrainian peoples. വിദേശത്ത് പഠിക്കാൻ പോകുന്നവരുടെ കണക്ക് വിവരങ്ങൾ നോർക്കയുടെ പക്കലില്ല എന്ന് നോർക്ക വൈസ് ചെയർമാൻ പി ശ്രീരാമകൃഷ്ണൻ. വിദേശത്ത് പോകുന്നവർ നിർബന്ധമായും രജിസ്ട്രേഷൻ നടത്തണമെന്നാണ് യുക്രൈൻ സംഭവങ്ങൾ തെളിയിക്കുന്നതെന്നും പി ശ്രീരാമകൃഷ്ണൻ പറഞ്ഞു. യുക്രൈനിൽ അകപ്പെട്ട മലയാളി വിദ്യാർത്ഥികളുടെ പൂർണ്ണ വിവരങ്ങൾ സർക്കാരിന്റെ പക്കലില്ലെന്നാണ് നോർക്ക വൈസ് ചെയർമാൻ കൂടിയായ പി ശ്രീരാമകൃഷ്ണൻ വ്യക്തമാക്കുന്നത്. വിദേശത്ത് പോകുമ്പോൾ രജിസ്ട്രേഷൻ നടത്തണമെന്ന നിർദ്ദേശം പാലിക്കാത്തതാണ് ഇതിന് കാരണം. നോർക്കയിൽ രജിസ്റ്റർ ചെയ്ത് യുക്രൈനിൽ പോയത് 152 വിദ്യാർത്ഥികൾ മാത്രമാണ്. യുദ്ധം തുടങ്ങിയപ്പോൾ മടങ്ങിവരാൻ രജിസ്റ്റർ ചെയ്തത് 3500-ലധികം പേർ. ഇതുവരെ 3500-ലേറെ വിദ്യാർത്ഥികളാണ് നോർക്കയിലെ രജിസ്ട്രേഷൻ പോർട്ടൽ വഴി രജിസ്റ്റർ ചെയ്തത്. നേരത്തെ രജിസ്റ്റർ ചെയ്ത് പോയവർ ഒരു 152 പേരായിരുന്നു. കുട്ടികളുടെ രജിസ്ട്രേഷൻ ഈ വിദേശ രാജ്യങ്ങളിലേക്ക് പഠിക്കാൻ പോകുമ്പോൾ രജിസ്ട്രേഷൻ നടത്തുക എന്നുള്ളത് അനിവാര്യമാണെന്നുള്ളത് വീണ്ടും ഇതുവഴി തെളിഞ്ഞിരിക്കുകയാണ്. കാരണം അവരുടെ വിവരങ്ങൾ പോലും ലഭ്യമല്ലാത്ത സാഹചര്യമുണ്ട്. മുഴുവൻ മലയാളികളെയും നാട്ടിലെത്തിക്കാൻ ശ്രമം തുടരുകയാണ്. ഇതിനായി പ്രത്യേക വിമാനങ്ങൾ ക്രമീകരിച്ചിട്ടുണ്ടെന്നും ശ്രീരാമകൃഷ്ണൻ വ്യക്തമാക്കി. സനോജ് സുരേന്ദ്രൻ, ന്യൂസ് 18, കൊച്ചി. യുക്രൈനിൽ കുടുങ്ങിയ മലയാളികളുടെ വിവരങ്ങൾ കേരളം കേന്ദ്രത്തിന് കൈമാറി. യുദ്ധം രൂക്ഷമായ യുക്രൈനിലെ കിഴക്കൻ മേഖലയിൽ കുടുങ്ങിയ മലയാളികളുടെ വിവരങ്ങൾ വിദേശകാര്യ മന്ത്രാലയത്തിനും യുക്രൈനിലെ ഇന്ത്യൻ എംബസിക്കുമാണ് കൈമാറിയത്. 3500-ലേറെ പേർ ഇതിനകം ഓൺലൈനായും അല്ലാതെയും നോർക്ക രജിസ്റ്റർ ചെയ്തിട്ടുണ്ടെന്ന് മുഖ്യമന്ത്രി അറിയിച്ചു. നോർക്ക റൂട്ട്സ് ആസ്ഥാനത്ത് 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന കൺട്രോൾ റൂമും സജ്ജമാക്കി. സംസ്ഥാനത്തെ വിമാനത്താവളങ്ങളിലെത്തുന്ന വിദ്യാർത്ഥികളെ സ്വന്തം നാട്ടുകളിലെത്തിക്കാൻ വാഹന സൗകര്യം ഒരുക്കിയിട്ടുണ്ടെന്ന് മുഖ്യമന്ത്രി പ്രസ്താവനയിൽ അറിയിച്ചു. മകൾ തയ്യൽക്കാരിയാണ്. കൊച്ചുമകൾ ഹൈസ്കൂൾ വിദ്യാർത്ഥിനിയും. ഹംഗറിയുടെ തലസ്ഥാനം ഈ കുടുംബം. സൈനിക സേവനം യുക്രൈൻ നിർബന്ധമാക്കിയതോടെ ഹാർക്കീവിൽ സൈന്യം തകർത്തത് റഷ്യൻ ചരിത്രവുമായി അഭേദ്യ ബന്ധമുള്ള സ്മാരകം. ഒരു നൂറ്റാണ്ടിന്റെ പാരമ്പര്യമുള്ള കെട്ടിടം ഏറെക്കാലം KGB സ്ഥാപകന്റെ പേരിലാണ് അറിയപ്പെട്ടിരുന്നത്. യുക്രൈനിലെ ഏറ്റവും വലിയ ലെനിൻ പ്രതിമകളിൽ ഒന്ന് നിന്നിരുന്നതും ഇവിടെയാണ്. ഇതൊരു മുന്നറിയിപ്പാണ്. ചരിത്രബോധവും മനുഷ്യത്വവുമില്ലാത്ത അക്രമി സംഘമാണ് കടന്നുവരുന്നത് എന്നതിന്റെ തെളിവ്. ഇപ്പോഴിത് ഹാർക്കിവിലെ ഭരണസിരാ കേന്ദ്രമായിരുന്നുവെങ്കിലും പതിറ്റാണ്ടുകൾക്ക് മുൻപ് വരെ അറിയപ്പെട്ടിരുന്നത് സെർഷിൻസ്കി മൈതാൻ എന്നാണ്. റഷ്യൻ രഹസ്യാന്വേഷണ ഏജൻസിയുടെ സ്ഥാപകന്റെ പേരിൽ നിർമ്മിച്ച മന്ദിരം. ഇന്ന് CPM സംസ്ഥാന സമ്മേളനം തുടരുന്നു.
CPM സംസ്ഥാന സെക്രട്ടറി കോടിയേരി ബാലകൃഷ്ണൻ മാധ്യമങ്ങളെ കാണേണ്ട തത്സമയത്ത് സൗഹൃദപരമായി മാറ്റുന്ന അവസ്ഥയുണ്ടാകും. പരമ്പരാഗത വ്യവസായങ്ങളെ ആധുനികവൽക്കരിക്കണം. ഇന്നത്തെ പരമ്പരാഗത വ്യവസായങ്ങൾ ഇതേ നിലയിൽ പോയാൽ കേരളത്തിലെ പരമ്പരാഗത വ്യവസായങ്ങൾ ഒന്നും തന്നെ ഇവിടെ ഉണ്ടാകാൻ പോകുന്നില്ല. എല്ലാം അന്യ സംസ്ഥാനങ്ങളിലേക്ക് പോകും. ഇത് പരിഗണിച്ചുകൊണ്ടുള്ള ആധുനികവൽക്കരണം വേണം. അതിൽ ട്രേഡ് യൂണിയൻ സംഘടനകളുമായി ചർച്ച ചെയ്യണം. തൊഴിലാളി സംഘടനകൾ ഈ കാര്യത്തിൽ ഇതിനനുസൃതമായ നിലപാട് സ്വീകരിക്കാൻ അവരുമായി ഗവൺമെന്റ് ചർച്ച ചെയ്യും. നമ്മുടെ വികസനത്തിൽ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളെ സഹകരണ സ്ഥാപനങ്ങൾക്കും വലിയ പങ്കാളിത്തമുണ്ട്. ഇന്നത്തെ പ്രാദേശിക സ്വയംഭരണ സ്ഥാപനങ്ങൾ സഹകരണ മേഖലയിൽ ഒന്നിച്ചു പ്രവർത്തിക്കണം. അത്തരത്തിലൊരു വികസന കാഴ്ചപ്പാട് രൂപപ്പെടുത്തിയെടുക്കണം. നമ്മുടെ ഇന്നത്തെ സാമ്പത്തിക അവസ്ഥ കേന്ദ്ര സർക്കാരിന്റെ തെറ്റായ നയങ്ങൾ മൂലം പ്രതിസന്ധിയിലാവുന്നുണ്ട്. ഇതൊരു പ്രധാനപ്പെട്ട കേരളത്തിന്റെ വികസനത്തിന് തടസ്സമാണ്. ഈ സാഹചര്യത്തിൽ നമ്മുടെ വികസന പ്രവർത്തനങ്ങൾ ദുർബലപ്പെടാതിരിക്കണമെങ്കിൽ നമ്മുടെ താല്പര്യങ്ങൾക്ക് ഹാനികരമല്ലാത്ത മറ്റ് വായ്പകളെ സ്വീകരിക്കേണ്ടി വരും. സംസ്ഥാനത്തിന്റെ പൊതു താല്പര്യത്തിന് വിരുദ്ധമല്ലാത്ത വായ്പകൾ ഏതെല്ലാം സ്വീകരിക്കാം എന്നതിനെ സംബന്ധിച്ച് വ്യക്തമായ കാഴ്ചപ്പാടുണ്ടാകണം. ഇതിന് 4-ാം ഭാഗത്ത് പ്രതിപാദിച്ചിട്ടുള്ളത് പാർട്ടി എങ്ങനെ ഇടപെടണം എന്നുള്ളതാണ്. അത് സംബന്ധിച്ച് 2021 ആഗസ്റ്റ് 16-17 തീയതികളിൽ പാർട്ടി സംസ്ഥാന കമ്മിറ്റി അംഗീകരിച്ച സംസ്ഥാന സർക്കാരും വർത്തമാനകാല കടമയും എന്ന രേഖയിൽ പ്രതിപാദിച്ച കാര്യങ്ങൾ അത് ഇതുമായി ബന്ധപ്പെട്ട് നടപ്പിൽ വരുത്തണം. ഈ സമീപനത്തോടെ ഈ രേഖ മുന്നോട്ട് വെക്കുമ്പോൾ പലതരത്തിലുള്ള പ്രചരണങ്ങളും സ്വാഭാവികമാണ്. ഈ നയരേഖ പാർട്ടിയുടെ പൊതുവായ സമീപനങ്ങൾക്ക് വിരുദ്ധമാണെന്ന പ്രചരണമാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് തുടർഭരണം ലഭിച്ചത് ഇഷ്ടപ്പെടാത്ത ഒരു വിഭാഗം കേരളത്തിലുണ്ട്. തുടർഭരണം ലഭിച്ചതിന് പ്രധാന കാരണം സർക്കാരിന്റെ വികസന പ്രവർത്തനങ്ങളാണ് എന്നവർ തിരിച്ചറിയുന്നുണ്ട്. അതുകൊണ്ട് തന്നെ സംഘടിതമായ ആക്രമണങ്ങൾ UDF-ഉം BJP-യും വിപ്ലവകാരികളെന്ന് സ്വയം വിശേഷിപ്പിക്കുന്നവർ വർഗീയ ശക്തികളും പലതരത്തിലുള്ള പ്രചരണങ്ങളുമായി രംഗത്തിറങ്ങിയിട്ടുമുണ്ട്. അവരാണ് തെറ്റായ പ്രചാരവേല നടത്തുന്നതിന്റെ പിറകിലുള്ളത്. പാർട്ടി അംഗീകരിക്കുന്ന ഈ കാഴ്ചപ്പാട് പാർട്ടി പരിപാടിക്ക് അനുസൃതമായിരിക്കും. പാർട്ടി പരിപാടി മുന്നോട്ട് വച്ചിരിക്കുന്ന കാഴ്ചപ്പാടുകൾ എന്താണെന്ന് മനസ്സിലാക്കാത്ത ആളുകളാണ് ഇത്തരത്തിലുള്ള തെറ്റായ പ്രചരണങ്ങൾ നടത്തുന്നത്. പാർട്ടി പരിപാടി ജനകീയ ജനാധിപത്യ വിപ്ലവമാണ് പാർട്ടി പരിപാടി വ്യക്തമാക്കിയിട്ടുള്ളത്. അപ്പോൾ ജനകീയ ജനാധിപത്യ വിപ്ലവം പൂർത്തീകരിച്ചു കഴിഞ്ഞാൽ നടപ്പിലാക്കുന്ന പരിപാടിയെ സംബന്ധിച്ചാണ് പാർട്ടി പരിപാടി വിശദീകരിക്കുന്നത്. അതിൽ തന്നെ ഒരു കാര്യം പറഞ്ഞിട്ടുണ്ട്. അതിൽ പറഞ്ഞൊരു കാര്യം ആധുനിക സാങ്കേതിക വിദ്യ സ്വായത്തമാക്കുന്നതിനും ഉൽപാദനക്ഷമത വർദ്ധിപ്പിക്കുന്നതിനും വേണ്ടി തെരഞ്ഞെടുക്കപ്പെട്ട ചില മേഖലകളിൽ വിദേശ പ്രത്യക്ഷ നിക്ഷേപം അനുവദിക്കും. ഇത് പാർട്ടി പരിപാടിയിലെ ബാധകമാണ്. സമ്പദ് വ്യവസ്ഥയുടെ മൊത്തത്തിലുള്ള താല്പര്യത്തിന് വേണ്ടി
ഫിനാൻസ് മൂലധനത്തിന്റെ ഒഴുക്ക് നിയന്ത്രിക്കും. ഇതാണ് പാർട്ടി പരിപാടി. ഇത് സംബന്ധിച്ച് മൂലധന നിക്ഷേപത്തെ സംബന്ധിച്ച് എടുത്തിരിക്കുന്ന സമീപനം. ഇത് ജനകീയ ജനാധിപത്യം ഇപ്പോഴും പൂർത്തീകരിച്ച് അധികാരത്തിൽ വരുന്ന സർക്കാർ പോലും പ്രത്യക്ഷ വിദേശ നിക്ഷേപം അനുവദിക്കും എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അതേസമയം സമ്പദ്ഘടനയുടെ മൊത്തത്തിലുള്ള താല്പര്യത്തിനെതിരായി വരുന്ന മൂലധനങ്ങളെ സ്വീകരിക്കുകയില്ല. ഇതാണ് ആ കാഴ്ചപ്പാട്. ഇപ്പോഴത്തെ പുതിയ രേഖ മുന്നോട്ട് വെക്കുന്ന കാഴ്ചപ്പാട് സംസ്ഥാനത്തിന്റെ താല്പര്യം ഹനിക്കാത്ത വിധത്തിലുള്ള വായ്പകൾ സ്വീകരിക്കാം എന്നാണ്. ഈ സർക്കാർ ഒരു സംസ്ഥാന സർക്കാരാണ്, ഒരു കേന്ദ്ര സർക്കാരല്ല. അതുകൊണ്ട് തന്നെ ഫെഡറൽ ഘടനയ്ക്ക് പരിമിതിക്കകത്തു നിന്നുകൊണ്ടാണ് ഇടതുപക്ഷ ഗവൺമെന്റ് പ്രവർത്തിക്കാൻ കഴിയും. അതിനനുസരിച്ചുള്ള ബദൽ നയങ്ങളാണ് സർക്കാരിന് മുന്നോട്ട് വെക്കാൻ കഴിയുകയുള്ളൂ. ആ ഘട്ടത്തിൽ പോലും പൊതുവായ സമീപനത്തിൽ നിന്ന് വ്യതിചലിക്കാതെയാണ് ഈ നയരേഖ കാര്യങ്ങൾ മുന്നോട്ട് വെക്കുന്നത്. പാർട്ടി കോൺഗ്രസിന്റെ കരട് പ്രമേയവുമായി ബന്ധപ്പെടുത്തിയാണ് ഇപ്പോൾ ഒരു വിമർശനം ഉന്നയിക്കപ്പെട്ടിട്ടുള്ളത്. പുത്തൻ വിദ്യാഭ്യാസ നയം, വ്യാപാരവൽക്കരണം, കേന്ദ്രീകരണം, വർഗീയവൽക്കരണം എന്നീ ലക്ഷ്യങ്ങളെ കേന്ദ്രീകരിച്ചുകൊണ്ട് സാർവത്രികവൽക്കരണവും ജനാധിപത്യപരമായ വിദ്യാഭ്യാസത്തെ തകർക്കുന്നതാണ് കേന്ദ്ര വിദ്യാഭ്യാസ നയം. ഓൺലൈൻ വിദ്യാഭ്യാസം എല്ലാവർക്കും ലഭിക്കാത്ത സ്ഥിതി സൃഷ്ടിക്കുന്നത് ആണ് കേന്ദ്ര വിദ്യാഭ്യാസ നയം. എന്നാൽ ഈ രേഖ മുന്നോട്ട് വെക്കുന്നത് പൊതുവിദ്യാഭ്യാസത്തിൻ്റെ അടിസ്ഥാന സൗകര്യം മെച്ചപ്പെടുത്തണമെന്ന കാഴ്ചപ്പാടാണ്. അതിൻ്റെ ഉള്ളടക്കം കൂടി മെച്ചപ്പെടുത്തണമെന്നാണ് ഇതിനകത്ത് പറഞ്ഞിട്ടുള്ളത്. അത് മതനിരപേക്ഷതയുടെയും ശാസ്ത്രീയമായ ചിന്തയുടെയും അടിസ്ഥാനത്തിൽ രൂപപ്പെടുത്തുകയും അത് കണക്കിലെടുത്ത് പ്രവർത്തിക്കണമെന്നാണ് രേഖ പറയുന്നത്. ഉന്നത വിദ്യാഭ്യാസം സംബന്ധിച്ച വാണിജ്യവൽക്കരണവും വർഗീയവൽക്കരണവും ഫെഡറലിസത്തെ തകർക്കുന്ന നയമാണ് കേന്ദ്ര ഗവൺമെന്റ് മുന്നോട്ട് വെക്കുന്നത്. എന്നാൽ ഈ രേഖ മുന്നോട്ട് വെക്കുന്നത് സാമൂഹ്യനീതി ഉറപ്പുവരുത്തുകയും പുതിയ വിജ്ഞാനങ്ങളെ സ്വായത്തമാക്കാനുള്ള വഴികളാണ് നിർദ്ദേശിക്കുന്നത്. അത്തരം സംവിധാനം ഉറപ്പുവരുത്തുന്ന രീതികളെ മാത്രമാണ് ഉൾക്കൊള്ളുക. ഇത് പാർട്ടിയുടെ കേന്ദ്രമായും തമ്മിൽ യാതൊരു വൈരുദ്ധ്യവുമില്ല എന്നതാണ് വസ്തുത. കേരളത്തിലെ വിദ്യാഭ്യാസ രംഗത്ത് സ്വകാര്യ മൂലധന നിക്ഷേപം ഇപ്പോഴും ഉണ്ട്. അത് നിരാകരിച്ചിട്ടില്ല. പൊതുമേഖല നിക്ഷേപവും കേരളത്തിലുണ്ട്. വിദ്യാഭ്യാസ രംഗത്ത് സർക്കാർ നിയന്ത്രണത്തിലുള്ള സഹകരണ സ്ഥാപനങ്ങൾ ഈ രംഗത്ത് പ്രവർത്തിക്കുന്നുണ്ട്. ഇവയെല്ലാം പ്രവർത്തിക്കുന്നത് സർക്കാരിന്റെ നിയന്ത്രണത്തിലാണ്. ആ നിയന്ത്രണം എല്ലാ മേഖലയിലും തുടരുമെന്നാണ് ഈ രേഖ മുന്നോട്ട് വെക്കുന്ന കാഴ്ചപ്പാട്. സാമൂഹ്യ നിയന്ത്രണത്തിന് വിധേയമായിട്ടായിരിക്കും ഇത്തരത്തിലുള്ള ഏത് സ്ഥാപനങ്ങളും പ്രവർത്തിക്കാൻ അനുവദിക്കുക. നാടിന്റെ താല്പര്യത്തെ ഹനിച്ചുകൊണ്ടുള്ള സ്ഥാപനങ്ങളെല്ലാം ഇവിടെ തുടങ്ങേണ്ടത്. സ്വകാര്യ മേഖല ഉൾപ്പെടെ പൊതുവായ നയത്തിന് കീഴിൽ കൊണ്ടുവരിക എന്നതാണ് ഈ രേഖ മുന്നോട്ട് വെക്കുന്ന കാഴ്ചപ്പാട്. ഭാവനയിൽ കാര്യങ്ങൾ കണ്ട് ഇതാണ് രേഖയിൽ നിന്ന് വ്യാഖ്യാനിക്കുന്ന അവസ്ഥ സൃഷ്ടിച്ച് പുകമറ സൃഷ്ടിക്കാനാണ് ചിലർ ശ്രമിക്കുന്നത്. രേഖ പുറത്തു വരുന്നതോടെ ആ പുകമറകൾ അവസാനിക്കുമെന്നാണ് കരുതുന്നത്. വിശദമായ ചർച്ചകൾ നടത്താനാണ് പാർട്ടി ഉദ്ദേശിക്കുന്നത്. ആ ചർച്ചയിൽ മാധ്യമരംഗത്തുള്ളവർക്കും പങ്കെടുക്കാം. മാധ്യമ മേഖലയിൽ ഇത് സംബന്ധിച്ച് അഭിപ്രായ രൂപീകരണം നടത്താൻ താല്പര്യമുള്ളവരുടെ അഭിപ്രായങ്ങളെല്ലാം സ്വീകരിക്കാൻ തയ്യാറാണ്. നിങ്ങൾക്കും അഭിപ്രായങ്ങൾ പ്രകടിപ്പിക്കാം. പാർട്ടി കാഴ്ചപ്പാടാണ് ഇപ്പോൾ പാർട്ടി മുന്നോട്ട് വെക്കുന്നത്. ഇത് LDF ചർച്ച ചെയ്യും.
വിദഗ്ധന്മാരുമായി ചർച്ച ചെയ്യും. അങ്ങനെ അതിൻ്റെ അടിസ്ഥാനത്തിൽ തയ്യാറാക്കപ്പെടുന്ന രേഖ ഗവൺമെന്റിന്റെ നയമായിട്ട് മാറ്റും. അത് രേഖ അത്തരത്തിൽ തയ്യാറാക്കുന്നവരെ ഇത്തരം ചർച്ചകൾ സംഘടിപ്പിക്കും. കേരള വികസനത്തിനായി പൊതുവായൊരു പരിപാടി രൂപപ്പെടുത്തി നടപ്പിലാക്കാനാണ് സർക്കാർ ഉദ്ദേശിക്കുന്നത്. അതിൽ പാവപ്പെട്ടവർക്ക് പ്രത്യേക പരിഗണന ഉള്ള സമീപനമാണ് ഉണ്ടാകുക. എല്ലാ ഘട്ടത്തിലും പാർട്ടി ഉയർത്തിപ്പിടിച്ച ആ സമീപനത്തിൽ നിന്ന് ഒരു വ്യതിയാനവും ഈ രേഖ വഴി വരുത്തുകയില്ല. അതിൽ നിന്നുകൊണ്ട് പൊതുവായ വികസനം എങ്ങനെ സാധ്യമാക്കാം എന്ന ചർച്ചയ്ക്ക് തുടക്കം കുറിക്കാനാണ് പാർട്ടി ഉദ്ദേശിക്കുന്നത്. അതിന് സഹായകമായ ഒരു രേഖയാണ് സമ്മേളനത്തിൽ അവതരിപ്പിച്ചിട്ടുള്ളത്. ആ രേഖ സംബന്ധിച്ച് പാർട്ടി സഖാക്കൾക്ക് പറയാനുള്ള കാര്യം ഈ പാർട്ടി സമ്മേളനത്തിൽ മനസ്സിലാക്കും. അതിനുശേഷം ഈ രേഖ പാർട്ടി ഘടകങ്ങളിലാകെ ചർച്ച ചെയ്യും.